ഹാഷിം അരിയിൽ ഏതാണ്ട് ഈ 90-കൾ വരെയൊക്കെ അതിൻ്റെ അവസാനം വരെയൊക്കെ ഏതാണ്ട് KR നാരായണൻ, അതുപോലെ നരസിംഹറാവു ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ കൃത്യമായി വീർ സവർക്കറെ അദ്ദേഹത്തെ പറ്റി പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് മാറുമ്പോഴാണ് ഇപ്പോൾ മിഥുൻ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ അന്ന് വീർ സവർക്കറോട് പ്രശ്നമുണ്ടായിരുന്നത് തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കാണ്. ആ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നമ്മുടെ രാഷ്ട്രീയ സംവിധാനത്തെ നിയന്ത്രിക്കാൻ തുടങ്ങിയ ആ ദിവസം മുതലാണ് വീർ സവർക്കർ നിങ്ങൾക്കൊക്കെ വെറുക്കപ്പെട്ടവനായത്. അതിൻ്റെ ഒരു ക്രോണോളജി തന്നെ പരിശോധിച്ചാൽ വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ പേരിൽ സ്റ്റാമ്പ് ഇറക്കുന്നുണ്ട് ഇന്ദിരാഗാന്ധി. അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റിന് വേണ്ടി ഇന്ദിരാഗാന്ധി സ്വന്തം കയ്യിൽ നിന്ന് പണം നൽകുന്നുണ്ട്, ഡോക്യുമെൻ്ററി നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സംവിധാനം മുഴുവൻ സവർക്കർ എന്ന വ്യക്തിക്ക് വേണ്ടി ഒരു കാലത്ത് വിനിയോഗിക്കപ്പെടുകയും അങ്ങനെ അദ്ദേഹത്തെ ധീരദേശാഭിമാനിയായി രാജ്യം കൊണ്ടാടുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? ഇന്ദിരാഗാന്ധി ആരാണ്? അവര് കോൺഗ്രസിന്റെ നേതാവാണ്. ഞാൻ ഒരു കാലത്തും കോൺഗ്രസ് സഹചാരിയായിട്ട് യാത്ര ചെയ്യുന്ന ആളല്ല. അത് ആദ്യം ഒന്ന് സൂചിപ്പിക്കാം. അല്ല, EMS പറഞ്ഞതൊക്കെ അംഗീകരിക്കുവോ? EMS വീർ സവർക്കറെ കുറിച്ച് പറഞ്ഞതൊക്കെ ഒന്ന് അംഗീകരിക്കുവോ? EMS എന്ത് പറഞ്ഞു? EMS അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത് അറിയാമോ? സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച്. വേണമെങ്കിൽ സവർക്കറെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ അങ്ങേക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം. അഭിനവ് ഭാരത് എന്ന പേരിൽ വിപ്ലവ ഗ്രൂപ്പുകൾ, രഹസ്യ ഗ്രൂപ്പുകൾ മഹാരാഷ്ട്ര സംസ്ഥാനത്തിൽ നാനാഭാഗത്തും ചേർന്നു വന്നു. അതിൻ്റെ നേതാവായ വിനായക് ദാമോദർ സവർക്കർ പിന്നീട് തൻ്റെ പ്രവർത്തന രംഗം ഇംഗ്ലണ്ടിലേക്ക് മാറ്റുകയും അവിടെ നിന്ന് കിട്ടാവുന്ന എല്ലാ സഹായങ്ങളും നേടി ഇന്ത്യയിൽ ഒരു വിപ്ലവം നടത്താൻ ശ്രമിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ വിപ്ലവം നടത്താൻ ശ്രമിക്കുന്നത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയല്ലല്ലോ, ബ്രിട്ടീഷുകാർക്ക് പ്രതികൂലമായല്ലേ. മഹാരാഷ്ട്രയുടെ നാനാഭാഗത്തും ശാഖകളുള്ള ഈ രഹസ്യ ഗ്രൂപ്പ് ആ സംസ്ഥാനത്ത് മാത്രമല്ല ഇന്ത്യയിൽ ഒരു വിപ്ലവം നടത്താൻ ശ്രമിക്കുകയും ചെയ്തു. അതായത് CPM പോലൊരു സംഘടനയുടെ വിപ്ലവ രാഷ്ട്രീയത്തിന്, വിപ്ലവ ആദർശങ്ങൾക്ക് വലിയ പ്രചോദനം നൽകിയ വീർ സവർക്കറെ കുറിച്ചാണ് EMS പ്രതിപാദിക്കുന്നത്. മാത്രവുമല്ല, സവർക്കർക്ക് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരു സ്ഥാനവും നിങ്ങൾ കൽപ്പിക്കുന്നില്ല എന്നിപ്പോൾ പറയുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കുവഹിച്ച് ദീർഘകാല തടവിന് ശിക്ഷിക്കപ്പെട്ട വിനായക് ദാമോദർ സവർക്കർ എന്നുകൂടി അദ്ദേഹം പറയുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്, ദീർഘകാല തടവിന് വിധിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് EMSന്റെ പുസ്തകത്തിൽ ഉള്ള വാക്കുകളാണ്, വരികളാണ്. അങ്ങേക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാം. ഓക്കെ, ഞാനത് നോക്കാം. പിന്നെ ഞാനത് എന്റെ ദൃഷ്ടിപ്പെട്ടില്ല. ഞാൻ എനിക്ക് പറയാനുള്ളത്, ഒന്ന് നിങ്ങൾ ആവർത്തിച്ച് പറയുന്നത് ഇന്ദിരാഗാന്ധി കുറെ കാര്യങ്ങൾ ചെയ്തു എന്നാണ്. രാജീവ് ഗാന്ധി ചെയ്തതിന്റെ പരിണിത ഫലമാണ് ഇന്ത്യ ഇന്ന് അനുഭവിക്കുന്നതെന്ന് ശരിക്കും ബോധ്യമുള്ള ഒരാളാണ്. നരസിംഹറാവു ഇന്ത്യയുടെ ഒന്നാമത്തെ ഫാസിസ്റ്റ് ഭരണാധികാരിയാണെന്ന് പറഞ്ഞത് മണിശങ്കർ അയ്യറാണ്. അവരൊക്കെ പറഞ്ഞു വെച്ച കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ സ്റ്റാമ്പ് ഇറക്കി എന്ന് പറഞ്ഞു. സ്റ്റാമ്പ് നിലിമയുടെ പേരിൽ ഒരു സ്റ്റാമ്പ് ഇന്ത്യ ഗവൺമെന്റ് ഇറക്കും. അതിന് ചെറിയ ചെലവേ ഉള്ളൂ. എന്റെ പേരിൽ എന്റെ ഫോട്ടോ വെച്ചിട്ട് സ്റ്റാമ്പ് ഇറക്കിയിട്ട് ഞാൻ വാങ്ങി വെച്ച് സൂക്ഷിക്കുന്ന ഒരാളാണ്. പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ്. എന്തൊരു മോശമാണ് ഈ രാജ്യത്തിന്റെ ധീരദേശാഭിമാനികൾ, ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, ഇങ്ങനെയൊക്കെയുള്ള മഹത് വ്യക്തികളുടെ പേരിൽ ഒരു രാജ്യം സ്റ്റാമ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരെ പൂർണ്ണമായും ആദരിച്ചുകൊണ്ടാണ്. ഇപ്പോൾ എൻ്റെ പേരിൽ ഒരു സ്റ്റാമ്പ് ഇറക്കണമെങ്കിൽ അത് വളരെ എളുപ്പമാണ് എന്ന് ഹാഷിം അരിയിൽ പറയുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ദേശീയ പ്രസ്ഥാനത്തെ, ആ ദേശീയതയെ നെഞ്ചോട് ചേർത്ത എല്ലാവരോടുമുള്ള ഒരു അവഹേളനമായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ ശ്രീ ഹാഷിം അരിയിൽ. അങ്ങനെ കരുതരുത്. ഞാനിപ്പോ ഇന്ത്യയുടെ ഒരു സ്റ്റാമ്പിന്റെ ഭാഗമായിട്ട് ഞാൻ എന്റെ ഫോട്ടോ വെച്ച ഒരു സ്റ്റാമ്പ് ഞാൻ വാങ്ങിയിട്ട് സൂക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ രാജ്യസ്നേഹം തന്നെയാണ്, രാജ്യത്തോടുള്ള കൂറ് തന്നെയാണ്. ഞാൻ ഇന്ത്യൻ പൗരനാണെന്നുള്ള കൂറ് തന്നെയാണ്. പക്ഷെ ഞാൻ ചോദിച്ച 1-2 ചോദ്യങ്ങൾക്കാണ് ഇവിടെ. ഇന്ദിരാഗാന്ധി മഹത്വപ്പെടുത്തിയോ EMS മഹത്വപ്പെടുത്തിയോ ഒന്നല്ല. ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ഏതാ? നിങ്ങൾ പറയുന്ന ഈ അഭിനവ് ഭാരത് പിന്നെ ആരാണ് മഹത്വപ്പെടുത്തേണ്ടത്? VD സവർക്കർ അംഗമായിരുന്നു. പിന്നെ ആരാണ് നിങ്ങളെ മഹത്വപ്പെടുത്തേണ്ടത്? വീർ സവർക്കറെ കുറിച്ച് മഹാത്മ്യം ഉണ്ട് എന്ന് പറയേണ്ടത് ആരാണ്? അദ്ദേഹത്തിന്റെ സഹോദരനാണ് അതിൽ പ്രവർത്തിച്ചത്.
അദ്ദേഹത്തിന്റെ GD സവർക്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സഹോദരനാണ് അതിൽ പ്രവർത്തിച്ചത്. അദ്ദേഹത്തെയാണ് ആദ്യം പിന്നെ ഇദ്ദേഹം ഈ ജില്ലാ മജിസ്ട്രേറ്റ് എന്ന് പറയുന്ന ജാക്സന് അദ്ദേഹത്തെയാണ് തടവിലിട്ടത്. അതിനുള്ള പ്രതികാരം ചെയ്യാൻ വേണ്ടി, കുടുംബപരമായിട്ടുള്ള പ്രതികാരത്തിന് വേണ്ടിയിട്ട് ആയുധം കടത്തിയ ആളാണ്. അദ്ദേഹത്തെയാണ് മഹത്വവൽക്കരിച്ചുകൊണ്ട് പറയുന്നത്. അതുമാത്രമല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ പിന്നെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നതും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ തന്ത്രങ്ങളിൽ ഒന്നായിരുന്നു. ആ തന്ത്രങ്ങളുടെ ഭാഗമായിട്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2 ഭാഗത്തേക്കും ആളുകളെ തിരിച്ചു മാറ്റിയിട്ടുണ്ട്. എല്ലാവരെയും പരസ്പരം ഭിന്നിപ്പിക്കുന്ന രൂപത്തിൽ, അകൽച്ചയിലേക്ക് കൊണ്ടുപോകുന്ന രൂപത്തിൽ ഇംഗ്ലീഷുകാർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു തന്ത്രമായിരുന്നു അവർ ചെയ്തത്. ആ തന്ത്രത്തിന്റെ ഭാഗമായി ഭിന്നിപ്പിച്ച് ഭരിക്കുക നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്. ആ തന്ത്രത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നതിൽ ഈ രാജ്യത്തെ ഹിന്ദു പക്ഷത്തെ തീവ്ര ഹിന്ദുപക്ഷത്തേക്കും മുസ്ലിം പക്ഷത്തെ തീവ്ര മുസ്ലിം പക്ഷത്തേക്കും വർഗീയപക്ഷത്തേക്കും കൊണ്ടുപോകുന്നതിലുള്ള വലിയൊരു ചരട് വലി ബ്രിട്ടീഷുകാർ നടത്തിയിട്ടുണ്ട്. അത്തരം സംഘടനകളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് പ്രവർത്തിച്ച ആളുകളൊക്കെയും സ്വാതന്ത്ര്യത്തിന് ശേഷം അത് കൈയൊഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, മതേതര ഇന്ത്യയുടെ, ഗാന്ധി സങ്കല്പിച്ച ഇന്ത്യയുടെ, നെഹ്റു കൊണ്ടുവന്ന ഇന്ത്യയുടെ, അതുപോലെ തന്നെ ആസാദ് കൊണ്ടുവന്ന ഇന്ത്യയുടെ ആ അന്തസത്ത നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചത്. ഇപ്പം പറയും ധീരോദാത്തം അദ്ദേഹം പിന്നെ പോരാടി. അദ്ദേഹം ജയിലിലാണ് ഉണ്ടായിരുന്നത്. 23 വയസ്സ് മുതൽ അദ്ദേഹം ജയിലിൽ കിടന്ന ആളാണ്. ആ 23 വയസ്സുകാലത്തെ ജയിലിൽ കിടന്നിട്ട് അദ്ദേഹം എന്ത് പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്? എന്ത് നീക്കമാണ് പിന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ അദ്ദേഹം 37 വരെ പിന്നെ അദ്ദേഹം എന്താണ് നടത്തിയിട്ടുള്ളത്? ആ 37ലാണ് പിന്നീട് പിന്നെ ഇവിടെ ധാരണ സർക്കാർ വരുന്നത്, സമവായ സർക്കാർ വരുന്നത്. അത് വരുന്നത് വരെ അദ്ദേഹം തടവറയിലാണ്. ആ കാലഘട്ടങ്ങളിൽ അദ്ദേഹം പ്രധാനമായും എഴുതിക്കൊണ്ടിരുന്നത് മാപ്പാണ് എഴുതിക്കൊണ്ടിരുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ.